ഹായ് ഹലോ സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിചയപ്പെടുത്താൻ പോകുന്നത് അതൊരു ടീഷർട്ടാണ്, വലിയൊരു ടീഷർട്ട്. ഇതൊരു ചെറിയ കുട്ടിന്റെ അളവിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുതന്നതാണ്. അപ്പൊ നമ്മൾ ഈ ടീഷർട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകാന്ന് വെച്ചാൽ ചെറിയ കുട്ടീന്റെ അളവിലാക്കണം. കണ്ടില്ലേ, ഇത് ബാക്ക് പാർട്ട്, ഇത് ബോഡി. ഇത്രയും വലിയൊരു ഷർട്ട്, അതായത് ഏകദേശം എനിക്ക് പറ്റുന്ന ഒരു ഷർട്ട്, ടീഷർട്ട്. ഒരു ചെറിയ കുട്ടിന്റെ അളവ് കണ്ടിട്ടുണ്ട്, അളവിലാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകാന്ന് വെച്ചാൽ ആ കുട്ടിന്റെ അളവ് നോക്കുക, ആ അർത്ഥം നോക്കിയിട്ട് അർത്ഥത്തിനനുസരിച്ച് ഒരു 20 ഇഞ്ച് ലെങ്ത് വേണം. ആ ലെങ്ത് എടുത്തിട്ട് ബാക്കി ഒരുപാട് മടക്കി അടിക്കാൻ 1 ഇഞ്ച് തൂക്കിട്ടിട്ട് ബാക്കിയുള്ളത് നമ്മളങ്ങോട്ട് അടിഭാഗം അങ്ങോട്ട് വെട്ടി ഒഴിവാക്കണം. ധൈര്യമായിട്ടാണ് വെട്ടിക്കൂടി, ഒരു പേടിയും പേടിക്കണ്ട. ഞാൻ ഉണ്ട് കൂടെ, ഞാൻ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു പേടിയും പഠിച്ചിട്ടുണ്ട്. ലെങ്ത്തൊക്കെ പഠിക്കുക. എന്താ ലെങ്ത് ഇപ്പൊ നമ്മൾ കുറച്ചു. അപ്പൊ ലെങ്ത് കുറച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ വണ്ണം നോക്കുക. വണ്ണം ചെസ്റ്റിന്റെ അളവ് എടുത്തിട്ടുണ്ട്. അളവ് കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്നത് 28ആണ്. അപ്പൊ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 16 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് അതിനേക്കാളും 4 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് വേണ്ടത് ഒരു 14 ഇഞ്ച് മതി. 24ആണ്, അപ്പൊ 28. 4 ഇഞ്ച് കൂട്ടുമ്പോൾ 28, 14 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് എൻ്റെ സീറ്റിന്റെ അവിടെ നമുക്ക് ചെസ്റ്റിന്റെ ഏകദേശം അതേപോലെ തന്നെ മതി. അപ്പോൾ 16 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. കൈ ലൂസ് അളന്ന് നോക്കുക. കൈ ലൂസ് നമുക്ക് വേണ്ടത് ഒരു 9 ഇഞ്ച്, 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കെട്ടിട്ട് അടിച്ചു കൊടുക്കുക. 2 സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിനനുസരിച്ച് നൂലൊക്കെ വെട്ടി നല്ല ഫിനിഷിംഗ് ആയിട്ട് അടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അങ്ങ് മറ്റേ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിനനുസരിച്ച് നേരെ തിരിച്ചിടുക. മേലെ ഭാഗത്ത് നിന്ന് ചെയ്യുക, താഴെ ഭാഗത്ത് നിന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കെട്ടിട്ട് അടിച്ചു കൊടുക്കുക. ചെസ്റ്റിന്റെ അവിടുന്ന് സീറ്റിന്റെ അവിടുന്ന് നേരെ ഷേപ്പിന്റെ അവിടെ കൊടുന്ന് നൂലൊക്കെ വെട്ടി ഒഴിവാക്കി കൊടുക്കുക. കൊടുക്കുക. കൈ യൂസ് ചെയ്തേ കൈയിനെ ടേപ്പ് ഉണ്ടെങ്കിൽ ടേപ്പ് എടുത്ത് അളക്കുക. അല്ലെങ്കിൽ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ നമുക്ക് വെച്ച് കൊടുക്കുക. അതേ അളവ് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചോക്ക് എടുത്ത് മാർക്ക് ചെയ്യുക. കറക്റ്റ് ആ മാർക്കിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ വണ്ണം കുറച്ച് കഴിഞ്ഞു. ഇനി നേരെ മറിച്ചിടുക. നേരെ നല്ല വശത്ത് തന്നെ മറിച്ച് പിടിക്കുക. അപ്പൊ ലൂസ് ഭാഗമാക്കിയിട്ടുണ്ട്. ഇറക്കം നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പ് ബാക്കോട്ട് തുമ്പ് കൊടുത്തിട്ട് 2 ഇഞ്ച് നമ്മൾ തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി പിടിച്ച് 1 ഇഞ്ച് 2 ഇഞ്ച് ലെങ്ത് നമ്മൾ തുമ്പിട്ടിട്ടുണ്ട്. പിന്നീട് ഇറക്കം കൂട്ടേണ്ട പ്രശ്നം വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ 2 ഇഞ്ച് തുമ്പിട്ടത്. പുറകിലോട്ട് തുമ്പാക്കിയിട്ട് ഇതാ 2 ഇഞ്ചിന് 1 ഇഞ്ച് മടക്കുക, 1 ഇഞ്ച് മടക്കി അടിക്കുക. 2 ഇഞ്ച് തുമ്പ് പിടിച്ചു കൊടുത്തിട്ട് ഒരേ വീതിക്ക് അടിച്ചെടുക്കുക. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മേലത്തെ തുണി ഒരിക്കലും 2 ഭാഗം പുറകിൽ തന്നെ തുമ്പ് വരണം. ആ രീതിക്ക് പുറകോട്ട് തുമ്പാക്കി കൊടുത്തിട്ട് ഒരേപോലെ മടക്കി കൊടുക്കുക. ഒരേ ലെവലില് മടക്കി കൊടുക്കുക. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മേലെ തുണി ഒരിക്കലും വലിയരുത്. അടിയത്തെ തുണി വേണമെങ്കിൽ ചെറുതായിട്ട് വലിച്ചു കൊടുത്തിട്ട് മേലെ ഭാഗം ഒന്ന് ലൂസാക്കി പിടിച്ചു കൊടുക്കുക. അപ്പോൾ പിരിഞ്ഞു നിൽക്കൂല. അതിന് വേണ്ടിയിട്ടാണ് അടിഭാഗം നമ്മളടുത്തേക്ക് വലിഞ്ഞു വന്നാലും മേലഭാഗം വലിയത്. മേലഭാഗം നമ്മൾ അടിക്കുന്ന മേൽമടക്കിന്റെ മേൽഭാഗം ലൂസാക്കി കൊടുക്കുക. അടിഭാഗം വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കാം. ഒരേ തുമ്പിൽ മടക്കിയെടുക്കുക. കഴിഞ്ഞു. ഇറക്കം കുറച്ചു, ലൂസും കുറച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വെറൈറ്റി സംഭവമായി വീണ്ടും ഒരു വീഡിയോയിലൂടെ നമ്മൾ മുന്നിലേക്ക് കാണാം. അതുവരേക്കും ബൈ.